ഇൻകം ടാക്സിലെ ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണെന്ന് നോക്കുന്നത്. 10ാമത്തെ ചോദ്യം. ആഫ്റ്റർ സെർവിങ് 35 years 8 months ഇൻ ടാറ്റ ലിമിറ്റഡ് മിസ്റ്റർ ആസാദ് റിട്ടയർഡ് എന്ന് പറഞ്ഞാൽ ആസാദ് എന്ന് പറഞ്ഞ ഒരാൾ 35 വർഷം 8 മാസവും എന്ന് പറഞ്ഞാൽ ടോട്ടൽ 36 വർഷം കൂട്ടുക. 8 മാസം എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത വർഷത്തോടെ അടുത്തില്ലേ. അപ്പോൾ അയാൾ റിട്ടയർഡ് ആവുകയാണ്. റിട്ടയർഡ് ആവുന്ന സമയത്ത് റിസീവ്ഡ് ഗ്രാറ്റുവിറ്റി 15 ലക്ഷം അദ്ദേഹത്തിന് ഗ്രാറ്റുവിറ്റി കിട്ടുകയാണ്. അപ്പോൾ ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾ റിട്ടയർഡ് ആവുന്ന സമയത്ത് ആ എംപ്ലോയർ അയാൾക്ക് വലിയൊരു സംഖ്യ സമ്മാനം എന്നുള്ളവർക്ക് റിട്ടയർ ആവുന്ന സമയത്ത് സർവീസിൽ നിന്ന് റിട്ടയർ ആകുമ്പോൾ കൊടുക്കുന്ന ഒരു എമൗണ്ടാണ്, ഒരു സമ്മാനം എന്നുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പൈസയാണ് ഗ്രാറ്റുവിറ്റി. അപ്പോൾ അതിന് എത്രത്തോളം അയാൾ ടാക്സ് കൊടുക്കണമെന്നാണ് ഈ വർഷത്തെ അയാളുടെ വരുമാനത്തിൽ ഈ 15 ലക്ഷം ഫുള്ളായിട്ട് ഉൾപ്പെടുത്തണോ അതല്ല അതിന് വല്ല ഇളവുണ്ടോ എന്നാണ് നമ്മളോട് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ചോദ്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ സാലറിൻ്റെ ഡീറ്റെയിൽസ് ഇല്ല. മൂപ്പര് സാലറി ഒരു മാസത്തിൽ ബേസിക് സാലറി 55ആണ്, ഡിയർനെസ് അലവൻസ് 30ആണ്, HRA 5000, ബോണസ് 500 പെർ മന്ത്, ഇങ്ങനെയൊക്കെ ഉള്ളത്. നമ്മളോട് പറഞ്ഞത് കാൽക്കുലേറ്റ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി. ഈ ഗ്രാറ്റുവിറ്റി 15 ലക്ഷം കിട്ടിയെന്ന് എത്രയാണ് ടാക്സബിൾ എന്നുള്ള വിഷയമാണ് കാണേണ്ടത്. അപ്പോൾ ഗ്രാറ്റുവിറ്റി പറയുമ്പോൾ ഗ്രാറ്റുവിറ്റിൻ്റെ പ്രധാന നിയമങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ട പ്രധാന നിയമം ഈ ഒരു 3 കള്ളിൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ഗവൺമെൻറ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അയാളെ ഗ്രാറ്റുവിറ്റി ടോട്ടലി എക്സംപ്റ്റ് ആണ്, അതിന് ടാക്സ് കൊടുക്കുകയേ വേണ്ട. എംപ്ലോയി കവേർഡ് ബൈ ഈ ഗവൺമെൻറ് എംപ്ലോയി ഇല്ല, നമ്മളെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ ടാറ്റ എന്നുള്ള കമ്പനിയിലെ എംപ്ലോയി ഇല്ലേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അയാൾ കവേർഡ് ആൻഡ് ബൈ ദി പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന ആളാന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കള്ളിയാണ് നമുക്കൊക്കെ ഇവിടെ ബാധകം. ഇവിടെ നോക്കേണ്ടത് 3 ഓപ്ഷൻ ഉള്ളത്, 1, 2, 3 കണ്ടല്ലോ. ഒന്നാമത്തത് 15 days ഓഫ് സാലറി ഓൺ ദ ബേസ് ഓഫ് ലാസ്റ്റ് സാലറി ബേസിൽ 15 ദിവസത്തെ സാലറി എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന് അരമാസത്തിൻ്റെ സാലറി വെച്ചിട്ട് കഴിഞ്ഞ എത്ര വർഷം അയാൾ സർവീസ് നടത്തിയിട്ടുണ്ടോ അത്രയും വർഷത്തെ ഓരോ മാസത്തിൻ്റെ അരമാസ സാലറി എന്ന് പറഞ്ഞാൽ ടോട്ടൽ അയാൾക്ക് ആ സർവീസിൻ്റെ കാലഘട്ടത്തിൽ കിട്ടിയ ടോട്ടൽ സാലറിൻ്റെ പകുതി, അല്ലെങ്കിൽ 20 ലക്ഷം, അല്ലെങ്കിൽ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, ഇതിലേതാണോ ഏറ്റവും ചെറുത്, ഏറ്റവും ലീസ്റ്റ്, അത് എക്സംപ്റ്റ് ആണ്, ബാക്കിയുള്ളതിന് ടാക്സ് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ 15 ഡേയ്സ് സാലറി കാണുമ്പോൾ മനസ്സിലാക്കണം, സാലറിയിൽ ഇൻക്ലൂഡിങ് ഡി എ മാത്രം, ഡിയർനെസ് അലവൻസ് മാത്രം ഉൾക്കൊള്ളും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന HRAയും മറ്റ് അലവൻസൊക്കെ ഒഴിവാക്കണം. അതുപോലെ 15 ദിവസത്തെ സാലറി കാണേണ്ടത് 15/26 എന്ന കാൽക്കുലേഷൻ വെച്ചാണ്. അപ്പോൾ നമുക്ക് ഈ നിയമം അനുസരിച്ചൊന്ന് ചെയ്ത് നോക്കാം. നിയമം ഇപ്പോൾ ജസ്റ്റ് വായിച്ച് പോയിട്ടുള്ളൂ, കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളോട് പറഞ്ഞത് 3 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ ആക്ച്വൽ സാലറി റിസീവ്ഡ്, ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്, അല്ലെങ്കിൽ 6 മാസത്തെ സാലറി വെച്ചിട്ടുള്ള എമൗണ്ട്, അതല്ലെങ്കിൽ മൂന്നാമത്തത് 20 ലക്ഷം. ഇതിലേതാണോ ഏറ്റവും ചെറുത് അത്രയും എമൗണ്ട് ഗ്രാറ്റുവിറ്റിയിൽ നിന്ന് ടാക്സ് ഒഴിവാക്കി കൊടുക്കും, ബാക്കിയുള്ളതിന് ടാക്സ് കൊടുക്കണം എന്നല്ല പറഞ്ഞത്. ആദ്യം നമ്മൾ ആക്ച്വൽ അദ്ദേഹത്തിന് കിട്ടിയത് എത്ര? 15 ലക്ഷം, 15 ലാക്ക്. മറ്റൊരു ലിമിറ്റാണ് 20 ലാക്ക്. ഇനി നമുക്ക് കാണേണ്ടത് 6 മാസത്തെ സാലറി വെച്ചിട്ട്, അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു മാസത്തിൽ കിട്ടുന്നത് 55,000. ക്വസ്റ്റ്യനിൽ വന്ന DA എത്രയാണ്? 30,000. HRA എന്ന് പരിഗണിക്കേണ്ട. ചോദ്യങ്ങൾ നേരത്തെ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ചിട്ട് എൻ്റെ ചോദ്യം ഷോർട്ടാക്കിയിട്ട് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നത് നല്ലതാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ സാലറി ഞാനൊന്ന് ജസ്റ്റ് എഴുതി കാണിച്ചു തരാം. ബേസിക് സാലറി 55, അദ്ദേഹത്തിൻ്റെ ഡിയർനെസ് അലവൻസ് DA 30, അപ്പോൾ ടോട്ടൽ 85,000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ സാലറി അല്ലേ? 85,000 രൂപയാണ്. അപ്പോൾ ആദ്യം നമ്മൾ 15 ദിവസത്തേക്കുള്ള സാലറി കാണാം. 85,000 ഇൻറ്റു 15/26, 15 ദിവസത്തേക്കുള്ള സാലറി കാണേണ്ടത്
ഇങ്ങനെയാണല്ലോ പ്രത്യേകം നിയമത്തിൽ തരുന്നുണ്ട്. 15/26 വെച്ചിട്ടാണ്, 30/26 അല്ല, 15/30 15/26 ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 15/26 നമുക്ക് 0.577 എല്ലാം കിട്ടും. അതിനെ 85,000 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടക്കുമ്പോൾ പിന്നെ നമുക്ക് ഏകദേശം 49,038 കിട്ടും. 49,038 അദ്ദേഹത്തിൻ്റെ 15 ദിവസത്തെ സാലറി എന്നുള്ളത്. ഇനി നമ്മളോട് എത്ര വർഷമാണ് അദ്ദേഹം സർവീസിലുണ്ടായത് ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാൻ പറ്റും. 35 വർഷം 8 മന്തും. ഈ മാസം എന്നുള്ളത് 6 മാസത്തിൻ്റെ അപ്പുറമാണെങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് കൺവേർട്ട് ചെയ്യണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. അപ്പോൾ 36 വർഷമാണ് അദ്ദേഹം സർവീസ് ചെയ്തത്. അപ്പോൾ ഈ ആൻസർ ഗുണിക്കണം 36 എന്ന് പറഞ്ഞാൽ ഏകദേശം 17, 65, 38, 4 അല്ലെങ്കിൽ 38,500 എഴുതാം, കാരണം 0.6 ഉണ്ട്. 38,500 ഇതാണ് 17,65,385 15 ദിവസത്തെ സാലറി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ വർഷം കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടക്കും. 36 വർഷം സേവനം ചെയ്തതിൻ്റെ പകുതി സാലറി 15 ദിവസത്തെ സാലറി വെച്ച് നോക്കുമ്പോൾ 17 ലക്ഷം കിട്ടുന്നത്. മൂപ്പർക്ക് പിന്നെ ഗ്രാറ്റുവിറ്റി അപ്പോൾ നമ്മൾ നോക്കുക, യാക്കോ 17 ചില്ലറ നമ്മൾ കൂട്ടുന്നില്ല, ഏതായാലും 17 ലക്ഷം. അതേപോലെ മൂപ്പർക്ക് കിട്ടിയത് 15 ലക്ഷം, മറ്റൊരു ലിമിറ്റ് 20 ലക്ഷം. ഇതിലേതാണ് ഏറ്റവും ചെറുത് അത്രയും ഒഴിവാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ 15 ഏറ്റവും ചെറുത്. അപ്പോൾ 15 ലക്ഷം ഇയാൾക്ക് എക്സംഷനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാറ്റുവിറ്റിക്ക് ഒന്നും ടാക്സ് അടക്കണ്ട. ഇങ്ങനെയാണ് ഇവിടെ നിയമം പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാറ്റുവിറ്റിക്ക് ടാക്സ് അടക്കണ്ട. അപ്പോൾ ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ട നിയമം ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഒന്നും കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട. അല്ലാതെ എംപ്ലോയീസ് കവേർഡ് ബൈ ദി പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്റ്റിൽ വരുന്ന എംപ്ലോയി ആണെങ്കിൽ 15 ദിവസത്തെ സാലറി അദ്ദേഹം സർവീസ് ചെയ്ത ടോട്ടൽ വർഷത്തിന്, അല്ലെങ്കിൽ 20 ലക്ഷം, അല്ലെങ്കിൽ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. ഇതിലേതാണ് ഏറ്റവും ചെറുത് അത്രയും ഒഴിവാക്കി കൊടുക്കും. ഇവിടുത്തെ നമ്മളുടെ കേസിൽ പിന്നെ ആക്ച്വൽ റിസീവ്ഡാണ് ഏറ്റവും ചെറുത് 15 ലക്ഷം. അതുകൊണ്ട് അത് കംപ്ലീറ്റ് എക്സംപ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്ത് സംശയം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി.